നമുക്ക് കുക്കിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇതെനിക്ക് പനി പിടിച്ച് വീട്ടിലിരുന്നൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ അത്രേ ഉള്ളൂ. വിശന്നിട്ട് ഞാനൊന്ന് അടുക്കളയിൽ ചെന്ന് തപ്പിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ ഓർത്തു എങ്കിലൊരു സോയാബീൻ കറി ഉണ്ടാക്കിയാലോ. കറിയല്ല, മെഴുക്കുവരട്ടിയല്ല, ഫ്രൈ അല്ല എന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനീ ചെയ്യുന്നത്. ആർക്കും ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യില്ല. ആദ്യം തന്നെ നമ്മൾ കുറച്ച് സോയാബീൻ വെള്ളത്തിലിടണം. അതും ചൂടുവെള്ളത്തിലാണ് ഇടേണ്ടത്. അതിനുശേഷം സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ടും കറിക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അരിഞ്ഞ് വെക്കുക. ഞാനിതിൽ തക്കാളി, ഇഞ്ചി യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്തതുകൊണ്ട്. ആവശ്യമുള്ളവർ അതെടുക്കുക. അത് കടുക് വറുത്ത് അതിലേക്ക് ഉള്ളിയിട്ട് വാട്ടിയെടുക്കുക. അപ്പുറത്തെ സൈഡിൽ നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ടത് മാറ്റി തണുത്ത വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സബോള ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ തന്നെ ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വേവിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുന്നില്ല, പക്ഷെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതിൻ്റെ ഒരു കുത്തൽ മാറാൻ നമ്മൾ വെള്ളം ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. സബോള വാട്ടുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിടണം. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാലയും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. വിപുലമായി പറഞ്ഞു തരാൻ സത്യത്തിൽ എനിക്കറിയില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫുഡ് എടുത്ത് സുഖമായി പോയിരുന്ന് ടി വിയും കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു.